മലപ്പുറം മഞ്ചേരിയിൽ കെട്ടിടത്തിന് മുകളിൽ അസ്ഥികൂടം കണ്ടെത്തിയ സ്ഥലം ഫോറൻസിക് സംഘം പരിശോധിക്കും. ഇന്നലെയാണ് മഞ്ചേരി ചെരണിയിലെ കെട്ടിടത്തിന് ടെറസിന് മുകളിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി. ഗോകുൽ, ഇതിൽ കൂടുതൽ പരിശോധനകൾക്ക് പോകേണ്ടതുണ്ട്. ആരുടേതാണ് എന്നതൊക്കെ തിരിച്ചറിയാൻ എങ്ങനെയാകും പരിശോധന? അല്പസമയത്തിനകം ഫോറൻസിക് സംഘം ഇവിടെ എത്തും. പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്തുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു ഈ കെട്ടിടത്തിന്റെ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ്. കാറിന്റെ ആക്സസറി ഷോപ്പുണ്ട്, ഒരു സലൂണുണ്ട്. ഇതിന്റെ മുകളിലത്തെ നിലയിൽ തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള 5-6 കുടുംബങ്ങളൊക്കെ ഉണ്ട്. ഈ ആളുകൾ താമസിക്കുന്ന കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് ഇത്തരത്തിൽ പ്രവർത്തന സജ്ജമായിട്ടുള്ള ഒരു കെട്ടിടത്തിന്റെ മുകളിലാണ് അസ്ഥികൂടം പൂർണ്ണമായും അഴുകിയ നിലയിൽ. ശരീരത്തിന്റെ മറ്റ് അവശിഷ്ടങ്ങളോ ഭാഗങ്ങളോ ഒന്നുമില്ല, അസ്ഥികൂടം മാത്രമാണുള്ളത്. അത് കണ്ടെത്തിയത് മഞ്ചേരിയിലെ തന്നെയുള്ള ഒരാൾ അയാളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ ഇതിന്റെ മുകളിൽ നിന്ന് എടുക്കാൻ വന്ന സമയത്താണ് ഫ്ലക്സിനടിയിൽ നിന്ന് ഈ ശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. തുടർന്ന് മഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവർ ഇന്നലെ എത്തി കെട്ടിടങ്ങളൊക്കെ സീൽ ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഫോറൻസിക് സംഘം ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. സാർ, എപ്പോഴായിരുന്നു ഇത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്? ഇല്ല, അത് സാറ് വരുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷം പോലീസിന്റെ ഔദ്യോഗികമായ പ്രതികരണം നമുക്ക് ലഭിക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ കൗൺസിലർ നമ്മോട് കൂടിയുണ്ട്. എപ്പോഴായിരുന്നു ഇത് കണ്ടെത്തിയത്? ഞാൻ 9 മണിക്ക് ഇയാൾ എന്നെ വിളിച്ചു പറഞ്ഞു. എൻ്റെ സുഹൃത്താണ്, എൻ്റെ വാർഡ് പ്രസിഡന്റാണ്. വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അവർ ബില്ലിന് മുകളിൽ അസ്ഥികൂടം കണ്ടിട്ടുണ്ട്, ആരോ പ്ലസ് എടുക്കാൻ മുകൾക്ക് പോയപ്പോൾ കണ്ടതാണ്. അവർ കണ്ടിട്ട് പോലീസിനെ അറിയിച്ച് പോലീസ് വന്നിട്ട് വരണതാണ്. അങ്ങനെ അവർക്ക് ഇവർ ചെന്നപ്പോൾ അവർ പോലീസ് ഞങ്ങൾ ഇൻക്വസ്റ്റിംഗ് ആണെന്ന് നിർത്തിവെച്ചു. പിന്നെ രാത്രി കുറച്ച് കഴിഞ്ഞ് തിരിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു പോലീസ് ക്ലോസ് ആക്കിയാണ്. പോലീസ് പിന്നെ പോയി രാവിലെ വരുമെന്ന് പറഞ്ഞിരിക്കണം. രാവിലെ ഒന്ന് പോലീസുകാർ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരു മനുഷ്യ അസ്ഥിയെ കൂടെ സംശയമുണ്ട്, വളരെ ദ്രവിച്ച് പോയിക്കണ്, കുറച്ച് പയക്കുണ്ട്, അതേ ആരുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട ദുർഗന്ധങ്ങളോ മറ്റെന്തെങ്കിലും ലഭിച്ച പരാതി? ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങളെ പാർട്ടി ഓഫീസാണ് കാണുന്നത്, അവിടെ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു മാസമായിട്ട് രാവും പകൽ അവിടെ തന്നെ ഉണ്ട്. കാരണം ബോട്ട് ചേർക്കലും മറ്റതൊക്കെ ആയിട്ട് ഇതുവരെ അങ്ങനെ ഒരു വാസന അടിക്കലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പക്ഷികൾ ഒക്കെ വട്ടമിട്ട് വറക്കുക ഒക്കെ ഉണ്ടാവുമല്ലോ ബോഡി ഇറക്കുമ്പോൾ, അങ്ങനത്തെ ഒന്നും സംഭവിച്ചിട്ടില്ല. അതല്ല ഇതിൽ ബിൽഡിംഗ് താമസിക്കേണ്ട ആളുകൾ അവർക്കൊരു അസ്വസ്ഥത തോന്നിയിട്ടില്ല. അല്ല, ആരെങ്കിലും കാണാതായ പരാതികൾ ലഭിച്ചിട്ടുണ്ട്? ഇതിന് മുകളിൽ തമിഴ്നാട് സ്വദേശികളാണെന്ന് മനസ്സിലാവും. അത് ഞാൻ അന്വേഷിച്ചു. അവരും അങ്ങനെ അവരെ കൂട്ടുന്ന അറിയില്ല. നാട്ടിലും അങ്ങനെ ഒരു മിസ്സിംഗ് ആയ ഒരു കേസ് നാട്ടിൽ നമ്മളെ അറിവില്ല. വിദേശികൾ പിന്നെ ബംഗാളികൾ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഇവിടുന്ന് വന്നു പോകണാണ്. അനുജ, അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ പറഞ്ഞ അസ്വാഭാവികതകൾ ഒരുപാടുണ്ട്. കാരണം ഒരു മൃതശരീരം ഉണ്ടാവുകയാണെങ്കിൽ അത് അഴുകി മണമൊക്കെ ഉണ്ടാവണം. ഈ കഴിഞ്ഞ 2 മാസത്തിനിടയിൽ മഴയൊക്കെ പെയ്തതാണ്. സ്വാഭാവികമായിട്ടും അത്തരത്തിൽ മണം ഉണ്ടാവേണ്ടതാണ്. അവർ പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു മൃതശരീരം ഉണ്ടെങ്കിൽ മറ്റേ ഈ പക്ഷികൾ ഉൾപ്പെടെയുള്ളവ വട്ടമിട്ട് പറക്കേണ്ടതൊക്കെയാണ്. അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നില്ല. പൂർണ്ണമായും എപ്പോഴും പ്രവർത്തന സജ്ജമായിരുന്ന പാർട്ടി ഓഫീസുകൾ ഒക്കെ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ വ്യാപാര സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. ഇതൊക്കെ ഉണ്ടായതിനു ശേഷവും കഴിഞ്ഞ ഒരുപാട് നാളുകളായിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഇന്നലെയാണ് ഇത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മഞ്ചേരി ചെരണിയിലെ കെട്ടിടത്തിന്റെ ടെറസിന് മുകളിലാണ് അസ്ഥികൂടം കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തും. അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുമെന്നതാണ് ഗോകുൽ വേണുഗോപാൽ നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.